ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കടലക്കറിയാണ്, വറുത്തരച്ച് വെക്കുന്ന കടലക്കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കടല ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-4 വിസിലൊക്കെ വേണ്ടി വരും. ഓരോ കടലയുടെ വേവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ഒക്കെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കടല ഞാൻ ഒരു കപ്പാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകം ചേർത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതായത് പെരുംജീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കടല ഇവിടെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തക്കാളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് പൊടി കൂടെ ചേർക്കണം. കുറച്ച് പൊടി ഞാൻ കടലയുടെ കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് വറുക്കുമ്പോഴും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5-2 ടീസ്പൂൺ അടുത്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതുവരെ കടലിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ, ഒരു 1.25 ടീസ്പൂൺ എടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണാണ്. നമുക്ക് വറുക്കുമ്പോഴും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 3/4 ഭാഗം വെന്തതാണ്. അപ്പോൾ ഇനി സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2-3 വിസിൽ മതിയാവും. ഇനി വറുത്ത് വെച്ച തേങ്ങയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 3/4 ടീസ്പൂൺ മതിയാവും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ചത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വെന്ത കടലയിലേക്ക് നമുക്ക് വറുത്തരച്ച ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒന്ന് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇപ്പോൾ കുറച്ച് ലൂസായ പോലെ തോന്നും, പക്ഷേ ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി വരും. തേങ്ങ വറുത്തരച്ചതാണല്ലോ. ഈ തേങ്ങയുടെ കൂടെ കുറച്ച് കടലയും കൂടി ഞാൻ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതിൽ ശരിക്കും ആവശ്യമില്ല, എന്നാലും ഒന്ന് ടേസ്റ്റാണ്. കാരണം വറുത്തരച്ചതായതുകൊണ്ട് കുറച്ച് കുറുകിയിട്ടുള്ളതുകൊണ്ട്. നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടല തന്നെ നമുക്ക് വെറുതെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും തേങ്ങ വെറുതെ അരച്ചിട്ടും ഉണ്ടാക്കാം. തേങ്ങ അരച്ചിട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ കുറുക്കുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇരിക്കും തോറും ഇങ്ങനെ കുറുകി വരും. പുട്ടിനൊക്കെ നല്ല ടേസ്റ്റാണ്. പുട്ടിനോ ചപ്പാത്തിക്കോ പത്തിരിയിലേക്കോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ പുട്ടിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒന്ന് വറുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ അല്ലേ വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്